നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ഞുളങ്ങൽ മേഖലയിൽ ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. സമഗ്ര റോഡ് നവീകരണം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 82 കോടി രൂപ ചിലവിൽ. തൃശൂർ വേലൂരിൽ കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കർഷകനായ വല്ലൂരാൻ വീട്ടിൽ ഷാജു. ഷാജുവിന് കടന്നൽ കുത്തേറ്റത് കൃഷിയിടത്തിൽ വെച്ച്. പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ്. പോലീസിന്റെയും ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ ലഘുലേഖ വിതരണം. ബോധവൽക്കരണം തുടരുമെന്ന് പോലീസ്. ഇന്ന് മന്നം ജയന്തി. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച കർമ്മയോഗിയെ സ്മരിച്ച് കേരളം. നായർ സർവീസ് സൊസൈറ്റി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ 148ാമത് മന്നം ജയന്തി ആഘോഷം. വാർത്തകൾ വിശദമായി. പട്ടാമ്പി കുളപ്പുള്ളി IPT റോഡ് നവീകരണം പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ മഞ്ഞുളങ്ങൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചതോടെ റൂട്ടിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 82 കോടി രൂപ ചിലവിലാണ് പാത നവീകരണം. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാത നവീകരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ആദ്യഘട്ട BM ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ജനുവരി 2 പുലർച്ചെ 1 മണി മുതൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 4 രാവിലെ 7 മണി വരെയാണ് പ്രവൃത്തികൾ നടത്തുക. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ടാറിംഗ്. പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ്. പാലക്കാട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയാണ് തിരിച്ചുവിടുന്നത്. നേരത്തെ പല ഭാഗങ്ങളിലും ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായാൽ മഞ്ഞളങ്ങൽ പാടം ഭാഗത്തെ പ്രവൃത്തികളും വാടാനംകുറിശ്ശിയിലെ പാടം ഭാഗത്തെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആകെ 14.5 കിലോമീറ്റർ ദൂരമാണ് പാത നവീകരണം നടപ്പാക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 82 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ പൗലോസിന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. കർഷകനായ ഷാജുവിന് കൃഷിയിടത്തിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണവുമായി പട്ടാമ്പി പോലീസ്. ലഘുലേഖ വിതരണം ഉൾപ്പെടെ നടത്തിയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. കേരള പോലീസ്, ട്രാഫിക് എൻഫോഴ്സ്മെന്റും പട്ടാമ്പി പോലീസും ചേർന്നാണ് പുതുവർഷത്തിൽ ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങിയത്. നിരത്തുകൾ അപകടരഹിതമാകട്ടെ എന്ന സന്ദേശമുയർത്തിയായിരുന്നു ബോധവൽക്കരണം. ഡ്രൈവർമാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെ അടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്തു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് SIമാരായ PK സന്തോഷ്, V രാജേഷ്, CPOമാരായ ജതീഷ്, ഷാജുമോൻ, ASI സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇന്ന് മന്നം ജയന്തി. മനുഷ്യസേവനം ജീവിത ലക്ഷ്യമാക്കിയ മന്നത്ത് പത്മനാഭന്റെ സ്മരണകൾ നവോത്ഥാന കേരളത്തിന് ആവേശവും കരുത്തുമാണ്. സമുദായ പുരോഗതിയിലൂടെ സമൂഹ നന്മ ലക്ഷ്യമിട്ട കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം സൃഷ്ടിച്ച വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മങ്കര NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 148ാമത് മന്നം ജയന്തി ആചരിച്ചു. കരയോഗം മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മാലിനി ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ചു. മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കരയോഗം പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി മുരളി, പാലാട്ട് മോഹൻദാസ്, ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. യുഗപ്രഭാവനായ ഭാരത് കേസരി സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജന്മദിനം ഇന്ന് അങ്ങോളം ഇങ്ങോളം ആഘോഷിക്കപ്പെടുകയാണ്. NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരിയിലും മറ്റ് താലൂക്ക് യൂണിയൻ ഓഫീസുകളിലും പുഷ്പാർച്ചനയും പ്രഭാഷണവും നടന്നുവരുന്നു. ഇന്ന് ഇവിടെ മങ്കര NSS കരയോഗത്തിൽ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെയും വനിതാ മെമ്പർമാരുടെയും കരയോഗ മെമ്പർമാരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുകയുണ്ടായി.
സമുദായത്തിന്റെ ഉന്നമനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രഭാഷണം നടക്കുകയുണ്ടായി. അതോടുകൂടി പരിപാടികൾ സമാപ്തിയിൽ എത്തി. ആദിശങ്കര അദ്വൈത അഖണ്ഡയുടെ നേതൃത്വത്തിൽ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ ജനുവരി 11-12 തീയതികളിൽ കേരള കുംഭമേള നടക്കും. പ്രകൃതി സംരക്ഷണവും വൈരാഗ്യവുമില്ലാത്ത സമൂഹവും ലക്ഷ്യം വെച്ചാണ് കുംഭമേള നടത്തുന്നതെന്ന് സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരാധനാലയങ്ങൾ പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പ്രകൃതിയെന്ന് സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി ചൂണ്ടിക്കാട്ടി. സമൂഹ മനസ്സുകളിലെ മാലിന്യം ഇല്ലാതാകണം. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായാണ് പാമ്പാടിയിലും കുംഭമേള നടത്തുന്നത്. 108 സന്യാസി വര്യർ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകും. ശനിയാഴ്ച നദി ആരതി, ആചാര്യവരണം എന്നിവ നടക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രകൃതി സ്നേഹികൾ എന്നിവർ പങ്കെടുക്കും. നാരായണീയ പാരായണം, സന്യാസി സംഗമം എന്നിവയും കുംഭമേളയുടെ ഭാഗമായി നടക്കുമെന്നും സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ, അതുപോലെ മറ്റുള്ള ദുർനടപ്പുകളിലൂടെയൊക്കെ നടക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ. എന്നാൽ പ്രകൃതി എന്ന ആ ഒരു വിഷയത്തിലൂടെ സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദിശങ്കര അദ്വൈത അഖാഡയാണ് നേതൃത്വം നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു ലഘു പുഷ്കർ സംഘടിപ്പിക്കുന്നത്. നദികൾ സംരക്ഷിക്കുക, വൃക്ഷങ്ങൾ, അതുപോലെ പ്രകൃതിജന്യമായ സസ്യാഹാര സമ്പുഷ്ടമായ ഒരു പ്രകൃതിയെ, ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം, അതുപോലെ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും വളർത്തിയെടുക്കുക എന്നതുമാണ് ആദിശങ്കര അദ്വൈത അഖാഡയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ലഘു പുഷ്കറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സന്യാസി ശിഷ്യരുള്ളതും ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സംസാരിക്കുകയും വിദേശ രാജ്യങ്ങളിലടക്കം 37ഓളം രാജ്യങ്ങളിൽ സന്ദർശിച്ച് നിരവധി രാജ്യങ്ങളിൽ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുള്ള സംപൂജ്യ സ്വാമി അന്താരാഷ്ട്ര ധർമ്മ സേവകൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് ആദിശങ്കര അദ്വൈത അഖാഡയുടെ സ്ഥാപകൻ. കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, ഡോക്ടർ ശ്യാമപ്രസാദ്, കണ്ണൻകുട്ടി വടക്കന്തറ, VR മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2025ന്റെ ഭാഗമായി മാങ്കുറിശ്ശിയിൽ മേഖലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. യുവപ്രതിഭ അവാർഡ് ജേതാവും പ്രമുഖ നർത്തകിയുമായ കലാമണ്ഡലം ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് CR ജയരാജ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം CM അബ്ദുൾ റഹ്മാൻ, ലോക്കൽ സെക്രട്ടറി ER ശശി, KB സുധീർ, KR ഷാജീവ്, നിതിൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി VS മുഹമ്മദ് ഷാഫി സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം രജീഷ് നന്ദിയും പറഞ്ഞു. ചുനങ്ങാട് വാണിവിലാസിനി LP സ്കൂൾ ശതാബ്ദി ആഘോഷം ജനുവരി 5-ന് സമാപിക്കും. വാണിരവം ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന ചടങ്ങും രക്ഷാകർതൃദിനവും ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. LKG വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയ്ക്ക് ശേഷം വൈകുന്നേരം 6:30-നാണ് സമാപന പൊതുയോഗം. K പ്രേംകുമാർ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിക്കും. സ്മരണിക പ്രകാശനം സ്കൂൾ മാനേജർ C സുബ്രഹ്മണ്യൻ മാസ്റ്റർ നിർവഹിക്കും. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദേവരാജൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ ശങ്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർക്കിൻ്റെ ഉദ്ഘാടനം ശങ്കർ നിർവഹിക്കും. LSS വിജയെ അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ അനുമോദിക്കും. വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ, ഭരണരംഗങ്ങളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിക്കും.
കലാസന്ധ്യ, സ്നേഹവിരുന്ന് എന്നിവയോടെ നടക്കുന്ന ആഘോഷ പരിപാടികളെക്കുറിച്ച് വാണീരവം ചെയർമാൻ രാമദാസൻ മാസ്റ്റർ വിശദീകരിച്ചു. ഇനി 2 പരിപാടികൾ കൂടി മാത്രമാണ് ഈ ഒന്ന് സമാപന സമ്മേളനമാണ്. അതിനു മുമ്പ് ആ പ്രദേശത്തെ 65 വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ പൗരന്മാരെയും സ്കൂളിൽ വിളിച്ച് അവർക്ക് ഒരു ഓണപ്പുടവ നൽകി ആദരിക്കലും അവർക്കൊരു ആരോഗ്യ ക്ലാസ് കൊടുക്കലും ആയിട്ട് 2-ാം തീയതി ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. 5-ാം തീയതി രാത്രി സമാപന സമ്മേളനം, കലാപരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളൊക്കെ ആയിട്ട് ഗംഭീരമായി നടത്താനാണ് തീരുമാനിച്ചത്. പ്രധാന അധ്യാപിക പി സന്ധ്യ, സ്റ്റാഫ് സെക്രട്ടറി കെ ടി കമറുദ്ദീൻ, MPTA പ്രസിഡന്റ് സി രജിത എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വല്ലപ്പുഴ കനിവ് സാംസ്കാരിക വേദിയുടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 5-ന് ആരംഭിക്കും. വൈകിട്ട് 7-ന് ഇശൽ നൈറ്റിനു ശേഷം പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് കനിവ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കനിവ് സാംസ്കാരിക വേദിയുടെ പ്രഥമ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് ജനുവരി 5-ന് തുടക്കമാകുന്നത്. വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ഫുട്ബോൾ മേള. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 10 വർഷമായി വല്ലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് കനിവ്. ജനുവരി 5-ന് രാത്രി 7 മണിക്ക് ഇശൽ നൈറ്റോടെ ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമാകും. ഫുട്ബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിക്കും. 20 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജനുവരി 4-ന് വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ കൂട്ടായ്മയിൽ വൈകിട്ട് 4-ന് വല്ലപ്പുഴയിൽ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വല്ലപ്പുഴ കനിവ് സാംസ്കാരിക വേദിയുടെ കീഴിൽ ആരംഭിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 5 മുതൽ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലിക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. ഇവോക്ക ഫാഷൻ സ്റ്റോർ മുഖ്യ പ്രായോജകരായ അൽഫ ഡീഗ്രേഡബിൾ പേപ്പർ പ്ലേറ്റ് റണ്ണേഴ്സ് ട്രോഫിക്കും അൽഫ ഡീഗ്രേഡ് പേപ്പർ പ്ലേറ്റ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും നിംസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ പട്ടാമ്പി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ മേള ജനുവരി 5 മുതൽ ആരംഭിക്കുകയാണ്. എം വീരാൻ മാസ്റ്റർ, മുഹമ്മദ് നൌഫൽ, യൂസഫ് കുറുവട്ടൂർ, സഫറുള്ള പുത്തൻപുരയിൽ, നിസാർ വല്ലപ്പുഴ, വി ഹബീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം സ്വദേശി പ്രമോദ് മേനോന്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ജനുവരി 4-ന് പ്രകാശനം ചെയ്യും. റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ്. കവി PT നരേന്ദ്ര മേനോൻ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് റോട്ടറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 30 വർഷത്തിനിടെ പ്രമോദ് മേനോൻ രചിച്ച 23 ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരമാണ് ട്രൂ ടു മൈ ഹെർട്ട് സ്പോണ്ടാനിയസ് ഇമോഷൻസ് എന്ന പുസ്തകം. 2025 ജനുവരി 4-ന് ചെമ്പുള്ളി രവീന്ദ്രൻ മെമ്മോറിയൽ റോട്ടറി ഹാളിൽ വൈകുന്നേരം 7:30-നാണ് പ്രകാശന ചടങ്ങ്. കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ പ്രതി റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലം പ്രസിഡന്റ് സുനിൽ അമ്മാത്ത് ഏറ്റുവാങ്ങും. സമാഹാരം അതിൻ്റെ റിലീസാണ്. ട്രൂ ടു മൈ ഹാർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പേരിലുള്ള പുസ്തകം നമ്മുടെ ബഹുമാനായ പ്രശസ്ത കവിയും സാഹിത്യകാരനും അഭിഭാഷകനുമായ ശ്രീ PT നരേന്ദ്രമേനോൻ സാറാണ് പ്രകാശനം ചെയ്യുന്നത്. 4-ാം തീയതി നമ്മുടെ റോട്ടറി ഹാളിൽ വെച്ചിട്ട്, കണ്ണിയമ്പലത്തുള്ള റോട്ടറി ഹാളിൽ വെച്ചിട്ട്. കവിതാ സമാഹാരത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ രചയിതാവ് പ്രമോദ് മേനോൻ വിശദീകരിച്ചു. ഇംഗ്ലീഷ് കവിതകൾ എഴുതുമായിരുന്നു. ഈ ഇൻട്രസോൺ ഏസോൺ ഉത്സവങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈസസ് വിൻ ചെയ്തിട്ടുണ്ട്. രമൺ ഞാമ്പ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ഓപ്പണറാണ്. അപ്പോൾ ഫെബ്രുവരി 98-ലാണ് അദ്ദേഹത്തിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഡെത്ത് ഉണ്ടായത് ക്രിക്കറ്റ് ഫീൽഡിൽ.
അതിനെക്കുറിച്ച് ഒരു കവിത എഴുതി കോളേജ് മാഗസിൻ വന്നതാണ്. അപ്പോൾ അന്ന് കാലത്ത് തൊട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ എൻ്റേതായ വഴിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോവിഡിനെ കുറിച്ചുണ്ട്, മെസ്സി വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഉള്ള ഒരു കവിതയുണ്ട്, മറഡോണയെക്കുറിച്ചുണ്ട്, സഞ്ജു സാംസൺ റീസെൻ്റായിട്ട് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് വളരെ അനീതിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 3 സെഞ്ചുറീസ് അടിച്ചപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിവിധ കാര്യങ്ങൾ അമേരിക്കൻ ഇലക്ഷൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ റോട്ടേറിയൻ സുനിൽ അമ്മാത്ത്, MGK മേനോൻ, CP ബൈജു, പ്രമോദ് മേനോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഡിവൈഎഫ്ഐയുടെ നിജിൽ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നും തുടർ ചികിത്സയ്ക്കുള്ള 4,40,000 രൂപ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കൈമാറി. ഇതോടെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരിൽ ചികിത്സാ സഹായ സമിതി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി രാജേഷ്, പ്രസിഡന്റ് രാഹുൽ ദാസ്, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, CPM LC സെക്രട്ടറി ND ദിൻഷാദ്, രാജേഷ് പോൾ, സലീഷ ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ഞുളങ്ങൽ മേഖലയിൽ ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. സമഗ്ര റോഡ് നവീകരണം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 82 കോടി രൂപ ചിലവിൽ. തൃശൂർ വേലൂരിൽ കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കർഷകനായ വല്ലൂരാൻ വീട്ടിൽ ഷാജു. ഷാജുവിന് കടന്നൽ കുത്തേറ്റത് കൃഷിയിടത്തിൽ വെച്ച്. പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ്. പോലീസിന്റെയും ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ ലഘുലേഖ വിതരണം. ബോധവൽക്കരണം തുടരുമെന്ന് പോലീസ്. ഇന്ന് മന്നം ജയന്തി. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച കർമ്മയോഗിയെ സ്മരിച്ച് കേരളം. നായർ സർവീസ് സൊസൈറ്റി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ 148ാമത് മന്നം ജയന്തി ആഘോഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.